അഖിൽ മാരാർ. യെസ്. പ്രകാശേ ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. ഒരു വർഷം മുമ്പ് ഇതേ സീറ്റിൽ അഖിൽ ഇരുന്നാണ്. 1.5 വർഷം. 1.5 വർഷം മുമ്പ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പതിവാ. അഖില് ഒരു ജാങ്കോ ജാക്കറ്റ്, ഒരു പ്ലേ ബോയ് സ്റ്റൈൽ യോയോ, ഇന്നിപ്പോ വെള്ളയും സാത്വിക വേഷധാരി. എന്റെ നമ്പരായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. യഥാർത്ഥത്തിൽ അഖിൽ ഇപ്പോൾ എന്താണ്, ആരാണ്, എവിടെയാണ്? ഹു ആർ യു നൗ? ജീവിതത്തിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അഭിനയിക്കാൻ അറിയില്ല. ഇന്നും അഖിൽമാരാർ തന്നെയാണ്. ആ, ഞാനെന്ന സ്വത്വബോധത്തിൽ എനിക്ക് ശരികളെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഉറച്ചു നിന്ന് അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. ആ ശരികളിൽ ഉറച്ചു നിൽക്കുന്നു, അഖിൽമാരായി തുടരുന്നു. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. ഈ രാജ്യത്ത് BJP പ്രവർത്തിക്കാൻ എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞാൻ 2020 പോയപ്പോൾ എന്നോട് ആദ്യം ചൂടായ സുരേഷ് ഗോപിയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? BJPയുടെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചു, അഖിൽ എന്തിനാണ് 2020 പോയത്? കൊട്ടാരക്കരയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോയെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ 2 രാഷ്ട്രീയം മാത്രമാണ് നിലവിലുള്ളത്. 2 രാഷ്ട്രീയം. ഒന്ന് ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയവും. ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം. അതായത് നടക്കണ കാര്യം പറയടാ. ആദ്യ ഭാഗത്തുള്ള ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യും, രണ്ടാമത്തെ വിഭാഗം 100 ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യും. സത്യമല്ലേ? 2 വിഭാഗമേ ഉള്ളൂ. അതെ. കോമയുടെ കളത്തിൽ പറയരുത്, പൗരത്വ വിഷയം ഇവിടെ ആൾക്ക് കോമയുടെ ഉടായ്പ പറയരുത്. അല്ല, ഞാൻ കോമയുടെ ഉടായ്പ പറയരുത്. ഞാൻ പറയുന്നത് അഖിലിന്റെ മനസ്സിൽ 2 രാഷ്ട്രീയം, ഒന്ന് BJP രാഷ്ട്രീയം, ഒന്ന് BJP വിരുദ്ധ രാഷ്ട്രീയം അല്ലേ? ഇനി എനിക്ക് മറുപടി പറയാമല്ലോ. പറയൂ. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. പ്രദേശിൽ അലി അക്ബർ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര സംവിധായകനെ യോഗി ആദിത്യനാഥ് രാജ്യദ്രോഹ കേസിൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 4 ദിവസം ചർച്ച നടത്തിയാണ്. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. മാരാർക്കെതിരെ രാജ്യദ്രോഹ കേസ് എടുത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത്. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു സുരേഷ് ഗോപിയെ വിളിച്ച് സഹായിക്കാനുണ്ടായിരുന്നു. രാജ്യദ്രോഹ കേസിൽ അഖിൽ മാരാർക്ക് സുരേഷ് ഗോപി, നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി, പൂർണ്ണ സപ്പോർട്ട് കൊടുത്തു എന്നാ പറയുന്നത്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരിച്ചു പറയും. ഒന്നാമത് ചമ്മി നാറിയിരിക്കുക, ഈ നാളെ കൂടി ചളവാകും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിങ്ങളുടെ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരിച്ചു പറയും. സമ്മതിക്കില്ലല്ലേ? കാണിച്ചേരാടാ. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനു ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ സമയം കളയേണ്ട. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ, അഖിൽ മാരാർ ഇന്നത്തെ അല്ല നാളത്തെ അല്ല മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ അഖിൽ മാരാർ ഒരുപാട് മാറ്റാണ്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ അഖിൽ മാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽ മാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയും തമ്മിൽ കമ്പയർ ചെയ്യൽ അശ്ലീലമാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യൽ ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് മര്യാദ വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ? മാരാർ എന്താണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ, ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽ മാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പറഞ്ഞുതരാം. മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ഹാഷ്മിയെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ശമ്പളം തരാന്ന് പറഞ്ഞ് 24 കൊണ്ടുവന്നിട്ടുണ്ട്. കുരിച്ചുരുത്തി കൂമ്പിരിണ്ടി ഇതിനകത്ത് ഇട്ടേക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പ്രൊഫഷൻ പോലെയാണ് അപ്പോ അഖിൽ കാണുന്ന രാഷ്ട്രീയം. എനിക്ക് പ്രൊഫഷനാണ്. പിന്നല്ലാതെ എന്താ? അതൊരു അന്തസ്സിന് വേണ്ടി പറയുന്നതാ. ഞാൻ സാബു ജേക്കബിനോട് ആവശ്യപ്പെട്ടത് 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആവാനാ. എന്താ അങ്ങനെ ഒരു പോസ്റ്റേ ഇല്ലാത്ത പാർട്ടിയിൽ ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്.
ഈ അങ്ങനെ പോസ്റ്റ് എന്താ ഒരു പാർട്ടിക്ക് ഇല്ലാതായി പോയത്? അവർക്ക് ആള് വേണം, അവരുടെ പാർട്ടി ആളുണ്ട്. ഘടനയിൽ ഇല്ല. അവർക്ക് പാർട്ടി ഇല്ലെന്ന്. അതെ. നിങ്ങൾ ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. അവരെ മനസ്സിലാക്ക്. എന്റെ അഖിൽമാരെ ആകെ നിയോജക മണ്ഡലവും സംസ്ഥാന സമിതിയുള്ള ഒരു പാർട്ടിയിൽ പോയി ഇല്ലാത്ത ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചോദിക്കാവുന്ന മണ്ടത്തരമല്ലേ? ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് തരാമേട്ടാ? ഈ കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് അഖിലിനെ ചതിയിൽപ്പെടുത്തിയ പാർട്ടിയോട് പിന്നെ അഖിൽ പോയി പറയാണ് നമുക്ക് ഈ പാർട്ടി വികാസം പ്രാപിക്കണം കേട്ടോ എന്ന് പറയാണ്. അഖിലെ കള്ളത്തരമല്ലേ ഈ പറയുന്നൊക്കെ? അതെങ്ങനെ ഹാഷ്മി ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് കള്ളത്തരമെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയാം, എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. എങ്ങനെ അറിയാം? അങ്ങനെ വായി തോന്നാ പറയാനല്ല മാധ്യമ പ്രവർത്തനം. തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത്. ഓ പറ്റിക്കാട്. സത്യം കണ്ടെത്തല. അഖിൽമാരാണോ സത്യം, സാബു ജേക്കബാണോ സത്യം? കണ്ടുപിടിക്കുക. ഞാൻ പറയണം, അഖിൽ കാലകുത്തി നിന്ന് പറഞ്ഞാലും ജീവിതത്തിൽ സത്യത്തിനപ്പുറം ഞാൻ നിൽക്കില്ല. ചതി, കളവ്, വഞ്ചന, തെമ്മാടിത്തം ഇതൊന്നും കുഞ്ഞുട്ടന്റെ കയ്യിലില്ല. നേരെ വാ, നേരെ പോ. തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തോ അഖിലെ ഇത് വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ പൊന്നോ ഒടുക്കത്താ പിന്നെ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ എന്താ അഖിൽ മറന്നു നോക്ക്. അഖില പറയുന്നത് ഹാഷ്മി ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. അഖിൽമാരാർ പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. ഞാൻ ചോദിച്ചു ഞാൻ അത് പറയുന്നത് കേൾക്കാനാണെങ്കിൽ ചോദിക്കുക. ഇനി ഒരു താക്കിയതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്. എന്റെ പൊന്ന് രാമേന്ദ്ര, നീ ഒന്ന് ഇവിടെ പോ. അഖിൽമാരാർ ഇത് കാണിച്ചല്ലോ. ഇനി ഞാൻ പറയും. അഖിൽമാരാർ പ്രവോക്കണായിട്ട് കാര്യമില്ല. പറഞ്ഞാണ് ഇത് ഇത് ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.